പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് ഫെബ്രുവരി 11 ചൊവ്വാഴ്ച. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥന. നിങ്ങളൊരു കാര്യം ചെയ്യാൻ കേട്ടോ. അച്ഛൻ നിങ്ങളെ കുരിശ് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രാർത്ഥന പോലും വേസ്റ്റ് ആകത്തില്ല. ഈ പ്രാർത്ഥനയുടെ പിന്നിലെല്ലാം 61 വർഷത്തെ കർത്താവിലുള്ള വിശ്വാസ ജീവിതമുണ്ട്. അച്ഛനായതുകൊണ്ട് ഇങ്ങനെ കർത്താവിനെ ശുശ്രൂഷിക്കണമല്ല. ഞാൻ അച്ഛൻ കുടുംബത്തിൽ വെച്ചും എല്ലാ വീട്ടിലൊക്കെ പോയി വനവാസം നടത്തുകയും പള്ളിയിൽ മഴയും കൊണ്ടൊക്കെ പോവുകയും എല്ലാ മഴയത്തും കാറ്റിനുമൊക്കെ ഒടിഞ്ഞ കൊടയും കൊണ്ട് പോകണത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വലിയ കൊടക്കാലത്തെ ബന്ധങ്ങളാണത്. അതിന് ശേഷമാണെങ്കിലും ഒരു തുള്ളി സമയം പോലും വേസ്റ്റായിട്ടില്ല. എന്നെ ബൂസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണപ്പോൾ പ്രാർത്ഥന സീരിയസ് ആയിട്ട് സ്വീകരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സീരിയസ് ആയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ടേക്ക് ഗോഡ് സീരിയസ്. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് കർത്താവെ, ഞാനിത് പ്രാർത്ഥിക്കണത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല. ഇന്നത്തെ പ്രഭാതത്തിലെ ഭാരവും മനസ്സിൻ്റെ ഭാരവുമായിട്ട് എഴുന്നേൽക്കുന്ന അനേകം മക്കളുണ്ട്. അബോർഷം വന്നുപോയ അമ്മമാർ, കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് ഓർത്ത് നിന്നിട്ട് അവസാനം
മാസങ്ങൾ കൊണ്ട് ആ വർഷം കുഞ്ഞ് ജനിക്കേണ്ടതായിരുന്നു കാത്തിരുന്നു. പക്ഷേ അപ്പോൾ പ്രഗ്നൻ്റായി. പിന്നീട് താമസിക്കാതെ അത് സ്പോട്ടിങ് ആയിപ്പോയി. കർത്താവ് അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ ഈ സമയത്ത് മനസ്സിൽ ഓർക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരും എന്നോട് പറഞ്ഞതോ നേരത്തെ കേട്ടതിൻ്റെ ഓർമ്മയല്ല, എൻ്റെ മനസ്സിലിപ്പോൾ വന്നതാണ്. ഇത് കേൾക്കുന്ന ആരോഗ്യം ഉണ്ട്. അവരെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം ദൈവവേദനെ. ഒരു സീല് ഇല്ലാത്തതിൻ്റെ പേരിൽ, സീല് മാഞ്ഞുപോയതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരെ കാണിക്കുന്നുണ്ട്. അതിനെല്ലാം റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നീ വിഷമിക്കരുതെന്ന് ഈശോ പറയുന്നു. നീ എന്ത് വിഷമം ഉണ്ടെങ്കിലും ആ സമയത്ത് കർത്താവിനെ ഓർക്കാൻ പറയുന്നുണ്ട്. ഓർമ്മ വലിയൊരു കാര്യമാണ്. കർത്താവ് പറഞ്ഞില്ലേ, കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും കർത്താവ് ഓർത്തിരിക്കുന്ന ഒരു സ്വഭാവമാണ്. പണ്ട് ഒരു സ്ത്രീ കർത്താവിൻ്റെ പാദത്തെങ്കിൽ തൈലം പൂശില്ലേ. അപ്പം യൂദാസ് അതിനെതിരെ, ആ ബethനിയയിലെ മറിയത്തിനെതിരെ യൂദാസ് പിറുപിറുത്തില്ലേ. അപ്പം കർത്താവ് അവളോട് പറഞ്ഞ നന്ദി എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ ഓർത്തിരിക്കും എന്നല്ലേ പറഞ്ഞത്. അതിനെ അവിടെ ജനക്കൂട്ടം ഉണ്ടായിരുന്ന കൊണ്ടാണ് പറഞ്ഞത്, ലോകത്തിലിവിടെ എല്ലാം സുവിശേഷം പ്രഘോഷിച്ചാലും ഇവിടെ ചെയ്ത കാര്യം ഓർത്തിരിക്കും. ആ ശരിക്കും പറഞ്ഞാൽ അതെന്താണ് പറയാതെ പറഞ്ഞത്? നിന്നെ ഞാൻ ഓർത്തിരിക്കും. അതാണ് ഈശോ. അതുകൊണ്ട് തന്നെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നതാണ് ഈ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം. ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോയിൽ ജീവിക്കും. കർത്താവ് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരങ്ങയെ ആഴത്തിൽ അറിയാനിടയാക്കണം. അവരുടെ ഓരോ തകർച്ചകളിലും അവരെ നീ സന്ധിച്ചിട്ടുണ്ടെന്നും അവരെ അറിയാത്ത പല കാര്യങ്ങൾക്ക് അവരെ നീ സംരക്ഷിച്ചിട്ടുണ്ടെന്നും അവരെ നീ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗികളെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ. മരണം നടന്ന വീടുകളെ സംബന്ധിച്ച് ഉറ്റവർ മരിച്ചുപോയവരുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ വേദനിക്കുന്ന ജീവിത പങ്കാളികളുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് സമർപ്പിക്കുകയും കർത്താവിൻ്റെ കൈകളിലേക്ക് അമ്മയുടെ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത ഞാൻ ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. വീട് പൊളിഞ്ഞു കിടക്കുന്നവരും വീടില്ലാത്തവരും, ഉള്ള വീട്ടിൽ സമാധാനം ജീവിക്കാൻ പറ്റാത്തവരും, ഓരോരോ കല്യാണം വിവാഹവും ഒക്കെ നടന്നതിൻ്റെ പേര് ജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം തന്നെ നകർന്നു പോയവരുണ്ട്. വളരെ സമാധാനം ജീവിച്ച്, പക്ഷേ ഒരാൾ കല്യാണം കഴിച്ചപ്പോൾ അകപ്പെടെ അലൈൻമെൻ്റ് എല്ലാം തകർന്നു പോയി. അങ്ങനെ കല്യാണം കൊണ്ട് തകർന്ന മക്കളുണ്ട് ഈശോയെ. അത് കല്യാണം കഴിക്കാതിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു പോണവരുണ്ട്. എങ്കിലും കർത്താവേ, അവർ ദൈവത്തോടുള്ള വാഗ്ദാനം, ദൈവത്തിൻ്റെ മനസ്സിൽ അനുസരിച്ചുകൊണ്ട് അവർ ഒരു ദൈവവിളി പോലെ വിവാഹം കഴിച്ചു. അവർക്ക് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ, തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ അത് ഏറ്റെടുക്കണം. ഞാൻ നിൻ്റെ തിരുസന്നിധി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് സ്വന്തമായിട്ട് അവർ ഉറ്റവർ ഉടയവർ എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് മനുഷ്യൻ പോകും, മറന്നു പോകും, മയങ്ങിപ്പോകും. പക്ഷേ ഇസ്രായേലിൻ്റെ രക്ഷകൻ സങ്കീർത്തനം 121:4 പറയുന്നു, ഇസ്രായേലിൻ്റെ രക്ഷകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഉറങ്ങാത്ത നല്ലയിടയനായ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ തകർന്നു പോയ മക്കളെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയെന്ന് എഴുതിയിട്ടുണ്ട്. 6:34 മാർക്കോസിൻ്റെ സുവിശേഷത്തെ. കർത്താവെ, അനുകമ്പ അങ്ങയുടെ മക്കളോട് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയെ നീ അനുഗ്രഹിക്കപ്പെടുകയും ഈ അനുഗ്രഹത്തിൻ്റെ സന്തോഷം നീ ഇന്ന് അനുഭവിക്കാൻ നീ ഉറങ്ങുന്നത് വരെ ഇന്ന് ഇറങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നത്തെ സുവിശേഷം വായിക്കുന്നത് മർക്കോസ് 6:34. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവൻ അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജനക്കൂട്ടത്തെ ഉണ്ടല്ലോ, ഇപ്പം നമ്മളെല്ലാവരും ജനക്കൂട്ടത്തെ നടുവിലല്ലേ അല്ലേ? ഈ ജനക്കൂട്ടത്തെ കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത് എന്താണെന്നറിയാമോ? അനുകമ്പയെ തോന്നണം. അപ്പോൾ നിങ്ങളോർക്കും ജനക്കൂട്ടം എവിടെ ഉണ്ട്? മീറ്റിങ്ങിലാണ്, കൺവെൻഷനിലാണ്, അതാ മീറ്റിങ്ങിലാണ്? ഒന്നുമല്ല, നമ്മുടെ വാട്സപ്പ് തന്നെ ഒരു ജനക്കൂട്ടമാണ് അല്ലേ? നമ്മുടെ ഇമെയിലും ഓൺലൈൻ പരിപാടികളെല്ലാം ജനക്കൂട്ടമല്ലേ? ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അനുകമ്പ തോന്നണം. എന്താ കാര്യം? അവരിടയില്ലാത്ത ആടുകളാണെന്ന്. എന്നുവെച്ചാൽ
കർത്താവിന് വിശ്വാസമില്ലാത്തവരുണ്ട് അതിലവരില്ലേ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, നിങ്ങളെ അവർ ബ്ലോക്ക് ചെയ്യും. കാര്യം അവർ ദൈവത്തിൻ്റെ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 9:41. മർക്കോസ് 9:41. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അപ്പം നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ വ്യക്തമല്ലേ ക്രിസ്തുവിനുള്ളവരല്ലാത്ത ആൾക്കാരുണ്ടെന്ന്. പക്ഷെ ക്രിസ്തുവിനുള്ളവരാണ്, പക്ഷെ അവർക്ക് ക്രിസ്തുവിനെ കിട്ടണില്ല. പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള സമയത്ത് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണ്? ആരെ ഞാൻ അയക്കും? ആര് നമുക്ക് വേണ്ടി പോകും? ഐസയില്ലേ? ഏശയ്യ 6:8. അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇതിനകത്ത് വരുന്നൊരു വിഷയമുണ്ടല്ലോ, ഈ കർത്താവിന് വേണ്ടി ആരെ ഞാൻ അയക്കും. അത് എന്നും സൂര്യനുള്ളിടത്തോളം കാലം ഈ ചോദ്യം ദൈവം ചോദിച്ചുകൊണ്ടേയിരിക്കും, ആരെ ഞാൻ അയക്കും. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണോ, കാറ്റഗോറിക്കൽ ക്വസ്റ്റ്യൻ. എന്താണ്? ആര് എനിക്ക് വേണ്ടി പോകും? എല്ലാവരും പോകുകയെ, ചിലപ്പോൾ അവരുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെയും പോണത്. എനിക്ക് ഇതുപോലെ വേസ്റ്റുള്ള ഒരു കാര്യം, എല്ലാവരും ഭയങ്കര കഠിനാധ്വാനമാണ്. എന്താണ്? സ്വന്തം വയറ്റിപ്പഴപ്പിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും. ക്രിസ്തുവിന് വേണ്ടി എന്താ ചെയ്യണം? നമ്മൾ എന്താ ചെയ്യണത്? പള്ളിയിൽ പോകും എന്ന് പറയും. എന്ത് പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ എന്താ ക്രിസ്തു എന്ത് കിട്ടാനാണ്? വിശ്വാസം നിലനിൽക്കും, അത് നിൻ്റെ കടമയല്ലേ. എക്സ്ട്രാ ആയിട്ടില്ലേ മത്തായിയുടെ സുവിശേഷം, കർത്താവിൻ്റെ മനസ്സിരിപ്പാലാതെ മത്തായിയുടെ സുവിശേഷം എന്താ പറഞ്ഞാൽ, വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? കൽപ്പിക്കപ്പെട്ടെല്ലാം ചെയ്തുകൊണ്ട് നന്ദിയൊന്നും കിട്ടത്തില്ല. ദൈവദൃസന്നിധി അതല്ലേ കൽപ്പിക്കപ്പെട്ടല്ലേ 17 അല്ല ലൂക്കയുടെ 17-ാം അധ്യായം. ലൂക്ക 17:10. ലൂക്ക 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. അതെന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഒരു ഇപ്പം നിങ്ങൾക്ക് 5 മക്കളുണ്ട്, 2 മക്കളുണ്ട്. മക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, മക്കളുടെ മാത്രം കാര്യം നോക്കിയാണ് ഞാൻ ജീവിക്കണത്. ഈ മക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ കൽപ്പിക്കപ്പെടുക ചെയ്തതിന് ശേഷം പിന്നെ എന്താ? ദാസന്മാരാണ്, പക്ഷേ വലിയ പ്രയോജനമൊന്നുമില്ല. ആർക്ക് പ്രയോജനമില്ല? ദൈവത്തിന്. എന്താ കാര്യം? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടിയും ക്രിസ്തുവിൽ മറ്റുള്ളവർ വളർന്നു വരാൻ വേണ്ടിയും നമ്മൾ എന്താണ് ചെയ്യണത്? ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കണത് ഈ വിശേഷവിധിയായി ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നതാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം കൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ട കൃപ തിരിച്ചു പിടിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.